ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റീരിയോ ഐസോമെറിസം ആണ്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് 2 മാർക്കിനും അല്ലെങ്കിൽ ഒരു 5 മാർക്കിനും ഒക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. 10 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ തന്നെയും അത് ക്ലാസിഫൈഡ് ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിനെ പിന്നെ ഫെർദർ ക്ലാസിഫൈ ചെയ്ത് സബ് ക്ലാസിഫൈ ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക. പക്ഷേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഐസോമർ ആൻഡ് ദർ ക്ലാസിഫിക്കേഷൻ. എന്താണ് ഐസോമർ? സോ ഓരോ പോയിന്റ് ലൈനായിട്ട് ഞാൻ വായിച്ച് പറഞ്ഞുതരാം. ഐസോമേഴ്സ് ആർ കോമ്പൗണ്ട് വിത്ത് ദ സെയിം മോളിക്കുലർ ഫോർമുല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ആൻഡ് ബട്ട് ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. ഈ മോളിക്കുലർ ഫോർമുല സെയിം ആണെങ്കിൽ തന്നെയും അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഐസോമർ. ഐസോമർ ഓഫ് ദ കോമ്പൗണ്ട് വിത്ത് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. നമുക്ക് ഈ ഐസോമേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓർ സ്ട്രക്ചറൽ ഐസോമെറിസം അല്ലെങ്കിൽ സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറഞ്ഞ് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നും കൂടെ പറയാം, നമ്മൾ ഐസോമേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറഞ്ഞിട്ട് 2 മേജർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഐസോമെറിസം പറയാം. സോ ഇൻവോൾവ് ഇൻ ഡിഫറൻസ് ഇൻ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ആറ്റത്തിന്റെ അറേഞ്ച്മെന്റ് ഡിഫറൻസിനെയാണ് പറയുന്നത്. ലീഡിങ് ടു വേരിയേഷൻ ഇൻ പ്രോപ്പർട്ടി. ഈ ആറ്റത്തിന്റെ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രോപ്പർട്ടീസിൽ മാറ്റം വരും. അതായത് അത് തന്നെ വീണ്ടും ഫർദർലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ഫങ്ഷണൽ ഐസോമെറിസം, മെറ്റാമെറിസം, ടോട്ടോമെറിസം, റിംഗ് ചെയിൻ ഐസോമെറിസം എന്ന് പറഞ്ഞ് വീണ്ടും ഫർദർലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് സ്റ്റീരിയോ ഐസോമെറിസം. ഐസോമേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. അതിലാണ് ഞാൻ പറഞ്ഞത് മേജർ ക്ലാസിഫിക്കേഷൻ. സോ സെയിം മോളിക്കുലർ ഫോർമുല വിത്ത് ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു. സോ സബ് ടൈപ്പ് ആണ് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് വെച്ച് അറേഞ്ച് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ് ചെയിൻ ഐസോമർ, പൊസിഷൻ ഐസോമർ, ഫങ്ഷണൽ ഐസോമർ, മെറ്റാമെറിസം, ടോട്ടോമെറിസം ആൻഡ് റിംഗ് ചെയിൻ ഐസോമെറിസം. സോ റെഫറൻസ് നോട്ടിൽ ഇച്ചിരി കൂടെ ഫെർദർലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സ്റ്റീരിയോ ഐസോമെറിസം എന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓരോന്നിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ് കേട്ടോ. സോ സ്റ്റീരിയോ ഐസോമെറിസം ആർ കോമ്പൗണ്ട് വിത്ത് ദ സെയിം മോളിക്കുലർ ആൻഡ് സ്ട്രക്ചർ ഫോർമുല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറയുന്നത് സെയിം മോളിക്കുലർ ആൻഡ് സ്ട്രക്ചർ ഫോർമുലയാണ്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന മാറ്റം എന്താ വെച്ചാൽ ആറ്റത്തിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ്. ആറ്റത്തിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലുള്ളാവുന്ന മാറ്റത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ആറ്റത്തിനെ അറേഞ്ച് ചെയ്യുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനയാണ് സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറയുന്നത്. സ്റ്റീരിയോ ഐസോമെറിസം 2ആയിട്ട് നമുക്ക് തരംതിരിക്കാം. കൺഫോർമേഷണൽ ഐസോമെറിസം ആൻഡ് കോൺഫിഗറേഷണൽ ഐസോമെറിസം. എന്തൊക്കെയാണ്? കൺഫോർമേഷണൽ ഐസോമെറിസം ആൻഡ് കോൺഫിഗറേഷണൽ ഐസോമെറിസം ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം മിക്കവാറും ഒക്കെ പരീക്ഷകളിൽ സ്റ്റീരിയോ ഐസോമെറിസം ഒക്കെ ചോദിക്കാറുണ്ട്, 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. സോ എന്താണ് കൺഫോർമേഷണൽ ഐസോമെറിസം? കൺഫോർമേഷണൽ ഐസോമെറിസം ഇൻവോൾവ് ഐസോമേഴ്സ് ദാറ്റ് ക്യാൻ ഇന്റർ കൺവേർട്ട് ബൈ റൊട്ടേഷൻ എബൌട്ട് സിംഗിൾ ബോണ്ട്. ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടായിരിക്കും, അത് ഇന്റർ കൺവേർട്ടബിൾ ആണ്. റൊട്ടേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർ കൺവേർട്ടബിൾ ആണ്. വൈൽ കോൺഫിഗറേഷൻ ഐസോമർ, എന്നാൽ കോൺഫിഗറേഷൻ ഐസോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് കനോട്ട് ബി ഇന്റർ കൺവേർട്ടബിൾ. അതായത് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇന്റർ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല വിത്തൗട്ട് ബ്രേക്കിംഗ് ആൻഡ് റീഫോമിംഗ് കോവാലന്റ് ബോണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യണം? വിത്തൗട്ട് ബ്രേക്കിംഗ്, നമുക്ക് ബ്രേക്ക് ചെയ്യാതെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കോവാലന്റ് ബോണ്ട് റീഫോം ചെയ്യാതെയോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കാരണവശാലും നമുക്ക് തിരിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ മറ്റൊരു അങ്ങനെയല്ല. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിക്കാനായിട്ട് പറ്റും. സോ ഇത് നമ്മുടെ എക്ലിപ്സ്ഡ് സ്റ്റാഗേർഡ് മോഡൽസ് ആണ്. സോ ഡിഫറെന്റ് മോഡൽസും അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത് അതുപോലെ തന്നെ വരക്കാൻ പഠിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം നോക്കുവാണെങ്കിൽ 0 and 360 ഡിഗ്രിയിലാണ് മാക്സിമം എനർജി കൊടുത്തുകൊണ്ടുള്ള ഒരു റൊട്ടേഷൻ കാണുന്നുണ്ട്. പിന്നെ 60 ഡിഗ്രിയിലുള്ള ഒരു സ്റ്റാഗേർഡ് അല്ലെങ്കിൽ ഗൗച്ച് കാണുന്നുണ്ട്. ആൻഡ് എക്ലിപ്ഡ് ആണെങ്കിൽ ഡൈഹൈഡ്രൽ ആംഗിൾ ആണ്. കണ്ടോ? സോ 120 ഡിഗ്രി ആണ്. ഇവിടെ ആന്റി സ്റ്റാഗേർഡ് ഉണ്ട്, ഇവിടെ 180 ഡിഗ്രി ആണ്.
പിന്നെയും വീണ്ടും എക്ലിപ്ഡ് കാണിക്കുന്നുണ്ട്, 240 ഡിഗ്രി കാണിക്കുന്നുണ്ട്, വീണ്ടും ഗൗച്ച് കാണിക്കുന്നുണ്ട്, 300 ഡിഗ്രി കാണിക്കുന്നുണ്ട്. സോ ഇവിടെ എനർജി നോക്കുവാണെങ്കിൽ ഇവിടെ മാക്സിമം എനർജിയാണ്. ഇവിടെ എനർജി ഒക്കെ എങ്ങനെ ലോ എനർജി ആണ്, കണ്ടോ, ഇവിടെ എനർജി ലോ എനർജി ആണ്, ഇവിടെ ലീസ്റ്റ് എനർജി ആണ്. കാര്യം എന്തുകൊണ്ടാണ് ദൂരെ ദൂരെ ഇരിക്കുന്നത് അല്ലേ, അപ്പൊ അതുകൊണ്ട് എനർജിയിൽ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് കേട്ടോ. സോ ഇതാണ് സ്റ്റീരിയോ ഐസോമെറിസം. ഈ പടം വരയ്ക്കാൻ എന്തായാലും പഠിക്കുക തന്നെ വേണം കേട്ടോ. സോ എന്താണ് കോൺഫിഗറേഷൻ ഐസോമെറിസം? കോൺഫിഗറേഷൻ ഐസോമെറിസം ഈസ് എ ഫോം ഓഫ് സ്റ്റീരിയോ ഐസോമെറിസം. സോ സ്റ്റീരിയോ ഐസോമെറിസത്തിന്റെ ഒരു ഫോം തന്നെയാണ് കോൺഫിഗറേഷൻ ഐസോമെറിസം എന്ന് പറയുന്നത്. വെയർ ഐസോമേഴ്സ് ക്യാൻ ഓൺലി ബി ഇന്റർ കൺവേർട്ട് ബൈ ബ്രേക്കിംഗ് ആൻഡ് റീഫോമിംഗ് കോവാലന്റ് ബോണ്ട്. നമുക്ക് ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും നമുക്ക് റീഫോം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് തിരിക്കാനും പറ്റില്ല എന്നുള്ളതാണ്. ഐസോമേഴ്സ് കനോട്ട് ബി കൺവേർട്ട് ബൈ സിംഗിൾ റൊട്ടേഷൻ അറൌണ്ട് സിംഗിൾ ബോണ്ട്. അതായത് ഇവിടെ ഐസോമേഴ്സിനെ ഒരു കാരണവശാലും ഒരു സിമ്പിൾ റൊട്ടേഷൻ കൊണ്ട് നമുക്ക് തിരിക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. സോ ഈ കോൺഫിഗറേഷൻ ഐസോമെറിസം രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഒപ്റ്റിക്കൽ ഐസോമെറിസം ആൻഡ് സെക്കൻഡ് വൺ ഈസ് ജിയോമെട്രിക് ഐസോമെറിസം. സോ ജിയോമെട്രിക് ഐസോമെറിസം ഒക്കെ 5 മാർക്കിനൊക്കെ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ ഒപ്റ്റിക്കൽ ഐസോമെറിസം ആൻഡ് ജിയോമെട്രിക് ഐസോമെറിസം ആണ്. സോ ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്ന് പറയുന്നത് കോമ്പൗണ്ട് ദാറ്റ് ഡിഫർ ഓൺലി ഇൻ ദിയർ ബിഹേവിയർ ടുവാർഡ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. സോ നമ്മളൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പോളറൈസ്ഡ് ലൈറ്റ് അടിക്കുവാണെങ്കിൽ അതിനോട് മാത്രം ബിഹേവിയർ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ബിഹേവിയർ കാണിക്കുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയാം. അപ്പൊ ഒന്നും കൂടെ പറയാം, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആർ കോമ്പൗണ്ട് ദാറ്റ് ഡിഫർ ഓൺലി ഇൻ ദർ ബിഹേവിയർ ടുവാർഡ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഡിഫർ ചെയ്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനോട് താരതമ്യേനെ എന്ത് കാണിക്കുന്നു, ഡിഫറൻസ് കാണിക്കുന്ന അതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് പറയുക. അതായത് ദേ റൊട്ടേറ്റ് ദ പ്ലെയിൻ ഓഫ് പോളറൈസ്ഡ് ലൈറ്റ് ടു സെയിം എക്സ്റ്റെന്റ്. അതായത് ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഈ വരുന്ന ഈ പോളറൈസ്ഡ് ലൈറ്റ് ഇല്ലേ, അതിനെ തന്നെ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. എന്ത് ചെയ്യുന്നു, ആ വരുന്ന പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൽ ഡിഫറൻസ് കാണിക്കും എന്നുള്ളത്. ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ക്ലോക്ക് വൈസും കാണിക്കും ആൻഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് ലീവോ റൊട്ടേറ്ററിയും കാണിക്കും, ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും കാണിക്കും, ലീവോ റൊട്ടേറ്ററിയും കാണിക്കും. ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ലീവോയും കാണിക്കും ഡെക്സ്ട്രോയും കാണിക്കും എന്നുള്ളതാണ്. സോ ലീവോ എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ്, സോ ലീവോ മീൻസ് ആന്റി ക്ലോക്ക് വൈസും ഡെക്സ്ട്രോ മീൻസ് ക്ലോക്ക് വൈസും ആയിരിക്കും കേട്ടോ. വെൻ ബോത്ത് ഐസോമർ ആർ പ്രസന്റ് ഈക്വൽ എമൗണ്ട് ദ മിക്സ്ചർ ഇസ് കോൾഡ് റെസിമിക് മിക്സ്ചർ. അതായത് ഒരു മിക്സ്ചറിനകത്ത് ലീവോയും ഡെക്സ്ട്രോയും ഒരേപോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ 50%ഉം 50%ഉം ഉണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് എസ് റെസമിക് മിക്സ്ചർ. സോ ഒരു കാര്യം ആലോചിക്കുക, സോ ഈ ലീവോയും ഡെക്സ്ട്രോയും ഒക്കെ നമുക്ക് മെഡിസിൻ അല്ലെ പ്രിപ്പറേഷൻ സിന്തസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം മോണ്ടാക് എൽ, അത് ലീവോ റൊട്ടേറ്ററി ആണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഒരുപാട് ഉപയോഗമുണ്ട്. അതുകൊണ്ട് ചിന്തിക്കരുത് എന്തിനാ ഈ ലീവോ റൊട്ടേറ്ററി പഠിക്കുന്നത്, എന്തിനാണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി പഠിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഈ നെക്സ്റ്റ് വൺ ഇസ് കൈറൽ ആൻഡ് മോളിക്യൂൾ ആണ്. സോ മിക്കവാറും 3 മാർക്കിനൊക്കെ ചോദിക്കാൻ, 2 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താണ് കൈറൽ മോളിക്യൂൾ? സോ കൈറൽ മോളിക്യൂൾസ് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. സോ എന്താണ് കൈറൽ മോളിക്യൂൾ? ഒരു നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണ്. മീനിങ് ദാറ്റ് കനോട്ട് ബി ഓവർലൈഡ് ഓൺ ടു ദിയർ മിറർ ഇമേജ്. അതായത് ഇവിടെ കാണുന്നുണ്ടല്ലോ കനോട്ട് ബി സൂപ്പർ ഇമ്പോസ്, കണ്ടോ കൈ കണ്ടോ, ലെഫ്റ്റ് കൊണ്ട് റൈറ്റ് കൊണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ കാണുമോ? ഇല്ല അല്ലേ. പക്ഷെ അക്കൈറൽ എന്ന് വെച്ചാൽ സിമെട്രിക് ആണ്, എല്ലാത്തിനും ഒരേ സെന്റേഴ്സ് ഉണ്ടായിരിക്കും. അത് സൂപ്പർ ഇമ്പോസിബിൾ ഇമേജ് ആണ്. സോ ഇവിടെ ഞാൻ പിക്ചർ, കോമ്പൗണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. സോ മിക്കവാറും 3 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ കൈറലും അക്കൈറലിനും പറ്റിയ ഡിഫറൻസ് ചോദിക്കുവാണെങ്കിൽ ഈ ഡെഫിനേഷൻ എഴുതണം, നമ്മുടെ കോമ്പൗണ്ട് വരച്ചും വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എ കൈറൽ കാർബൺ ആറ്റം, ഇതും ചോദിക്കും കേട്ടോ, ഇത് മിക്കവാറും 2 മാർക്കിന് ചോദിക്കാം. എന്താണ് കൈറൽ കാർബൺ ആറ്റം ചോദിക്കാം. എ കൈറൽ കാർബൺ ആറ്റം ഈസ് എ കാർബൺ ആറ്റം അറ്റാച്ച്ഡ് ടു 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആറ്റം ഓർ എ ഗ്രൂപ്പ്. അതായത് ഇപ്പോൾ നമുക്കൊരു കൈറൽ കാർബൺ ആറ്റം ഉണ്ടായിരിക്കും, അതിൽ എന്ത് ചെയ്യുന്നു 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിരിക്കും. സോ എങ്ങനെയായിരിക്കും? എക്സ്, വൈ, സെഡ്, എം. കണ്ടോ, ഇതുപോലെ 4 ആറ്റമോ ഗ്രൂപ്പോ ഡിഫറെന്റ് ആയിട്ട് അറ്റാച്ച് ഉണ്ടായിരിക്കും. ദ നമ്പർ ഓഫ് അസിമെട്രിക്കൽ കൈറൽ കാർബൺ ആറ്റം ഇൻ എ മോളിക്യൂൾ ഡിറ്റർമൈൻ ദ മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ്. കണ്ടോ, ഇത് എത്രത്തോളം അസിമെട്രിക് കാർബൺ ആറ്റം ആ മോളിക്യൂളിൽ വേണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് എത്രത്തോളം പോസിബിൾ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് വരും എന്നുള്ള കണക്ക് വെച്ചിട്ടാണ്. ദ നമ്പർ ഓഫ് അസിമെട്രിക് കാർബൺ ആറ്റം ഇൻ എ മോളിക്യൂൾ ഡിറ്റർമൈൻ ദ മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ്.
ഐസോമർ. സോ എത്ര പോസിബിൾ ആയിട്ടുള്ള സ്റ്റീരിയോ ഐസോമേഴ്സ് ഇതിൽ പോസിബിൾ ആണ് എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, എപ്പോഴും അസിമെട്രിക്കൽ കാർബൺ ആറ്റത്തിന്റെ നമ്പേഴ്സ് വരിക. അതായത് ഇഫ് എ മോളിക്യൂൾ ഹാസ് n കൈറൽ കാർബൺ, അതായത് ഒരു മോളിക്യൂളിന് n കൈറൽ കാർബൺ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് അറ്റാച്ച് ടു ഡിഫറെന്റ് കാർബൺ ആണ് n ആണ് എന്നുണ്ടെങ്കിൽ മാക്സിമം നമ്പർ നമ്മൾ കാണുന്നത് 2n, 2 into n. അതായത് നമുക്ക് അതിന്റെ മാക്സിമം നമുക്ക് 2n വരെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ച് തന്നെ വെക്കുക കേട്ടോ. സോ ഇതിനകത്ത് ഒരുപാട് കാണാതെ പഠിക്കാൻ നമുക്ക് ഉള്ളത്, അല്ലാണ്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് വളരെ കുറവാണ് കേട്ടോ. സോ ഫസ്റ്റ് വൺ ഈസ് എലമെന്റ് ഓഫ് സിമെട്രി ആണ്. സോ നമുക്ക് സിമെട്രി നമുക്ക് ഓൾറെഡി അറിയാമല്ലേ. സോ മോളിക്യൂൾസിനും ഒബ്ജക്റ്റിനും 3 കീ എലമെന്റ് ഓഫ് സിമെട്രി ആണ് നോർമലി കാണിക്കുക. കൈറലാകാം അല്ലെങ്കിൽ അക്കൈറലാകാം. സോ അക്കൈറലാണെങ്കിൽ പ്ലെയിനോ സിമെട്രി, സെൻട്രോ സിമെട്രി, ആക്സോ സിമെട്രി. അപ്പോൾ ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, പരീക്ഷയ്ക്ക് അങ്ങനെ അധികം ഒന്നും ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. സോ നമുക്ക് എക്സ്ട്രാ എഴുതി ചേർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടെ പറയാം, മോളിക്യൂൾസ് ഒബ്ജക്റ്റും 3 കീ എലമെന്റ് ഓഫ് സിമെട്രി ആണ് കാണിക്കാറുള്ളത്. സോ ബേസിക്കലി കൈറാലോ അല്ലെങ്കിൽ അക്കൈറലോ ആയിരിക്കും. സോ അതിൽ പ്ലെയിനോ സിമെട്രി കാണിക്കും, സെൻട്രോ സിമെട്രി കാണിക്കും, ആക്സോ സിമെട്രി. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 3 സിമെട്രി പറഞ്ഞാൽ. സോ അക്കൈറൽ ഒബ്ജക്റ്റിൽ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സിമെട്രി എലമെന്റ്സുകൾ കാണിക്കാറുണ്ട്. അതായത് പ്ലെയിൻ സിമെട്രി ഓഫ് ആൻ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നിങ്ങളുടെ താഴെ കാണാം കേട്ടോ, ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ സെൻട്രോ സിമെട്രി എങ്ങനെയാണ്, പ്ലെയിൻ എങ്ങനെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ പ്ലെയിനോ സിമെട്രി ഇസ് എൻ ഇമാജിനറി പ്ലെയിൻ ദാറ്റ് ബൈസെക്ട് ദ മോളിക്യൂൾ ഇൻ ടു മിറർ ഇമേജ്. സോ നടുക്കൂടെ ഇങ്ങനെ മിറർ ഇമേജ് പോലെ ഹാഫ് ആക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ എക്സിന്റെ പകുതി ആക്കുന്നത് പോലെ ഉണ്ടോ, ഇത് മിറർ ഇമേജ് പോലെ. കോമ്പൗണ്ട് വിത്ത് പ്ലെയിനോ സിമെട്രി ആർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. സോ പ്ലെയിൻ സിമെട്രി ഉള്ളതെല്ലാം ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇനി എ സെൻട്രോ സിമെട്രി എക്സിറ്റ്സ് ഇഫ് ആൻ ഇമേജ് ലൈൻ ക്യാൻ ബി ഡ്രോൺ ത്രൂ ദ സെന്റർ ഓഫ് എ മോളിക്യൂൾ ടു ആൻ ഐഡന്റിക്കൽ പോയിന്റ് ഓഫ് ദി അതർ സൈഡ്. സോ നെക്സ്റ്റ് നമ്മൾ പറയാവുന്ന സെൻട്രോ സിമെട്രി ആണ്. സോ സെൻട്രോ സിമെട്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രലിലൂടെ നമ്മൾ ഒരു പ്ലെയിൻ ലൈൻ ഡ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 2 ഭാഗവും ഐഡന്റിക്കൽ പോയിന്റ് ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, പ്ലെയിനോ സിമെട്രി പറഞ്ഞു, നമ്മൾ ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ബൈസെക്ട് ചെയ്യുന്നതാണ് അല്ലേ. സോ ബൈസെക്ട് ചെയ്ത് 2 മിറർ ഇമേജ് ഹാഫ് ആക്കി എടുക്കുവാണ് ചെയ്യേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ എക്സ് വെച്ച് നമ്മൾ മിറർ ഇമേജ് ആക്കുന്നത് പോലെ അല്ലെ. സോ രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്, അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ഒരു സെന്റർ ഓഫ് സിമെട്രി എന്താണ്, ഒരു ഇമാജിനറി ലൈൻ ആണ്. നമ്മൾ ഒരു സെന്റർ ഓഫ് ദി മോളിക്യൂൾസ് നടുക്കൂടെ നമ്മൾ വരയ്ക്കുന്നതാണ് സെന്റർ ഓഫ് സിമെട്രി എന്ന് നമ്മൾ പറഞ്ഞത്. സോ ബേസിക്കലി കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നോക്ക് വെക്കുക, അത് വരയ്ക്കാൻ ശ്രമിക്കുക. സോ നെക്സ്റ്റ് വൺ ഇസ് ആക്സിസ് ഓഫ് സിമെട്രി ആണ്. ഇൻ ആക്സിസ് ഓഫ് സിമെട്രി ഇൻ ദ principal axis often align with the z axis. So basically ഇത് അലൈൻ ചെയ്യുന്നത് z ആക്സിസുമായിട്ടാണ്, around which a molecule can be rotated to generate an identical copy. അതായത് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐഡന്റിക്കൽ കോപ്പി തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇവിടെ നോക്കിയേ, ഐഡന്റിക്കൽ കോപ്പി തന്നെയല്ലേ, ഏകദേശം ഒരു ഐഡന്റിക്കൽ കോപ്പി തന്നെയാണ് നമുക്ക് തന്നെ കിട്ടുക കേട്ടോ. ഈ ടൈപ്പ് ഓഫ് സിമെട്രി എലമെന്റ്സുകൾ എന്തെന്ന് വെച്ചാൽ സൂപ്പർ ഇമ്പോസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ്ഡ് മിറർ ഇമേജ് ആയിരിക്കും. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഇമ്പോസ്ഡ് മിറർ ഇമേജ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ അതൊരു അക്കൈറലായിരിക്കും. ദിസ് ടൈപ്പ് ഓഫ് സിമെട്രി എലമെന്റ് അലോ എ മോളിക്യൂൾ ടു ബി എ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ടു ഇറ്റ് മിറർ ഇമേജ്. കണ്ടോ, അതായത് അതിന്റെ മിറർ ഇമേജിന്റെ സൂപ്പർ ഇമ്പോസ്ഡ് ആയിരിക്കും കേട്ടോ. അല്ലാണ്ട് തിരിഞ്ഞു പോരുത്. ചില ആൾക്കാർ സൂപ്പർ ഇമ്പോസ്ഡ് എന്ന് മാത്രമേ എഴുതുള്ളൂ, മിറർ ഇമേജ് എഴുതില്ല. അപ്പൊ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ടു ഇറ്റ്സ് മിറർ ഇമേജ് തന്നെ എഴുതുക, അങ്ങനെയാണ് എന്നെ അക്കൈറലാക്കുന്നത് കേട്ടോ. സോ മോളിക്യൂൾ വിത്ത് ആൻ ആക്സിസ് ഓഫ് സിമെട്രി എക്സിബിറ്റ് റൊട്ടേഷണൽ സിമെട്രി. അതായത് നമുക്ക് ഈ മോളിക്യൂൾസിന് ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് കാണിക്കും, റൊട്ടേഷണൽ സിമെട്രി കാണിക്കും. മോളിക്യൂൾ ലുക്ക് ദ സെയിം ആഫ്റ്റർ ബീങ് റൊട്ടേറ്റ് ത്രൂ എ സർട്ടൻ ആംഗിൾ. അതായത് നമ്മളൊരു സർട്ടൻ ആംഗിൾ വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും ആ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, സെയിം തന്നെ ആയിട്ട് കാണിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ഒന്ന് z ആക്സിസ് ആണ്, മോളിക്യൂൾസ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഐഡന്റിക്കൽ കോപ്പി ആവുന്നു, സോ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ദ മിറർ ഇമേജ് ആണ്, അക്കൈറലാക്കുന്നു, ആൻഡ് സിമെട്രി എക്സിബിറ്റ് റൊട്ടേഷണൽ സിമെട്രി ആണെന്ന് പറഞ്ഞു, ആൻഡ് ഒരു സർട്ടൻ ആംഗിളിലൂടെ ആണെങ്കിൽ മാത്രമാണ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഒപ്റ്റിക്കൽ ഐസോമറിസം നോക്കിയാലോ. സോ ഒപ്റ്റിക്കൽ ഐസോമറിസം ആർ സ്റ്റീരിയോ ഐസോമറിസം ദാറ്റ് ഡിഫറെന്റ് ഇൻ ദിയർ ബിഹേവിയർ ടുവേർഡ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പ്ലെയിൻ പോളറൈസ് ലൈറ്റിലൂടെ ഡിഫറൻസ് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ കാണിക്കുവാണ്. ദിയർ മിറർ ഇമേജ്, ഇവരൊക്കെ മിറർ ഇമേജ് ആണ്, പക്ഷെ എന്തല്ല, സൂപ്പർ ഇമ്പോസ്ഡ് അല്ല. എന്താണ്, മിറർ ഇമേജ് ആണ്, പക്ഷെ സൂപ്പർ ഇമ്പോസ്ഡ് അല്ല. ഒപ്റ്റിക്കൽ ഐസോമറിസം ഈസ് ഫർദർ ഡിവൈഡ് ഇൻടു 3 ടൈപ്പ്. സോ ഒപ്റ്റിക്കൽ ഐസോമറിസം 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ഇനാൻഷ്യോമറിസം, ഡയസ്റ്റോമറിസം ആൻഡ് മീസോകോമോണ്ട്. സോ ഇനാൻഷ്യോമറിസം ഡയസ്റ്റോമറിസം ഞാൻ ലാസ്റ്റ് ഒന്ന് ക്ലാസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്, ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മിക്കവാറും ഇനാൻഷ്യോമർ എന്താണ്, ഡയസ്റ്റോമറിസം എന്താണെന്ന് മാത്രം എടുത്തു വേണമെങ്കിൽ ചോദിക്കാം.
സോ റെഫറൻസ് നോട്ടും കൂടെ വായിക്കുക, ഒരുപാട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇനാൻഷ്യോമേഴ്സ് ആർ എ പെയർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ദാറ്റ് ആർ മിറർ ഇമേജ് ഓഫ് ഈച്ച് അതർ. ഇനാൻഷ്യോമർ എന്ന് വെച്ചാൽ മിറർ ഇമേജ് ആണ് കേട്ടോ. അതിന് ഐഡന്റിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, പക്ഷേ അതിന്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പോളറൈസ് ലൈറ്റിനോടുള്ള റൊട്ടേഷൻ എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഡെക്സ്റ്റർ റൊട്ടേറ്ററി, ലീവോ റൊട്ടേറ്ററി എന്ന് പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. ഇനാൻഷ്യോമേഴ്സ് എന്നാണ് പെയർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ്, മിറർ ഇമേജ് ആണ്, ഐഡന്റിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, പക്ഷെ റൊട്ടേഷൻ ടു ദ പ്ലെയിൻ പോളറൈസ് ലൈറ്റ് ഡിഫറെന്റ് ആണ്. സോ ലീവോ ആൻഡ് ഡെക്സ്ട്രോ ആണ്. എളുപ്പമാണ് കേട്ടോ, ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡൈസ്റ്റോമറിസം ആൻഡ് മീസോ കോമ്പൗണ്ട് ആണ്. എന്താണ് ഡൈസ്റ്റോമേഴ്സ്? സോ ഡൈസ്റ്റോമേഴ്സ് ഒരു നോൺ മിറർ ഇമേജ് ആണ്. ഒന്നും കൂടെ പറയാം, ഡൈസ്റ്റോമേഴ്സ് എന്നാൽ ഒരു നോൺ മിറർ ഇമേജ് ആണ്. സോ നോൺ ഐഡന്റിക്കൽ സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. ബേസിക്കലി അവർക്ക് ഡിഫറെന്റ് കോൺഫിഗറേഷൻ ആയിരിക്കും. അതായത് അറ്റ് വൺ ഓർ മീസോ സ്റ്റീരിയോ സെന്റർ, അതായത് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മീസോ സ്റ്റീരിയോ സെന്റേഴ്സ് ഉണ്ടായിരിക്കും. ഒന്നും കൂടെ പറയാം, ഡൈസ്റ്റോമേഴ്സ് മീൻസ് രണ്ട്. അവരെന്താണ്? നോൺ മിറർ ഇമേജ്. നോക്കിക്കേ, നമുക്കിവിടെ ഡൈസ്റ്റോമേഴ്സ് പറ്റുന്നുണ്ടോ? ഇല്ല, അത് നോൺ ഇമേജ് ആണ് അല്ലേ. അപ്പം സോ ബേസിക്കലി നോൺ ഐഡന്റിക്കൽ സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. അവരുടെ കോൺഫിഗറേഷൻ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഒന്നെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റീരിയോ സെന്റേഴ്സ് ഉണ്ടായിരിക്കാം. ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റീരിയോ സെന്റേഴ്സ് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇനാൻഷ്യോമോറിനെ പോലെ ഡൈസ്റ്റോമേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കാറുണ്ട്. മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, സോലബിലിറ്റി ഒക്കെ ഡിഫറെന്റ് കാണിക്കാറുണ്ട്. എന്നാൽ ഡൈസ്റ്റോമേഴ്സ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ഇനാൻഷ്യോമോർ പോലെയല്ല. എന്നാൽ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ക്യാൻ ബി ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. സോ ബേസിക്കലി എന്താണ്? വെൻ സം ഡൈസ്റ്റോമേഴ്സ് മേ ബി ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഫുള്ളി അല്ല, എന്നാൽ കുറച്ച് എന്താണ്, ഡൈസ്റ്റോമേഴ്സ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. എന്നാൽ മറ്റുള്ള ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ത് ചെയ്യാം? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആകാം. അപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞത്? ഒന്ന് നോൺ മിറർ ഇമേജ് ആണ്, നോൺ ഐഡന്റിക്കൽ ആണ്, ആൻഡ് ഒന്നോ അല്ലെങ്കിൽ കൂടുതൽ സ്റ്റീരിയോ സെന്റേഴ്സ് ഉണ്ടായിരിക്കും. സോ ഇനാൻഷ്യോമേഴ്സും ഡൈസ്റ്റോമേഴ്സിനും ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും എന്നുള്ളതും ഞാൻ പറഞ്ഞു അല്ലേ. സോ നെക്സ്റ്റ് വൺ ഈസ് മീസോ കോമ്പൗണ്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ മീസോ കോമ്പൗണ്ട്സ് എന്താണ്? എല്ലാം അക്കറൽ മോളിക്യൂൾ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഈ ഇമേജിൽ നോക്കിയേ, അക്കറൽ മോളിക്യൂൾ ആയിരിക്കും. ആൻഡ് ദാറ്റ് കണ്ടെയ്ൻ കൈറൽ സെന്റർ ബട്ട് ഹാവ് ആൻ ഇന്റേണൽ പ്ലെയിൻ ഓഫ് സിമെട്രി. ഇവിടെ കൈറൽ സെന്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും അതിനകത്ത് ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. സോ ബേസിക്കലി ഇവിടെ നോക്കുവാണെങ്കിൽ 3 and 1/4 ആർ ദ മീസോ ഫോം ഓഫ് സൂപ്പർ ഇമ്പോസിബിൾ. കണ്ടോ, 3ഉം 4ഉം മീസോ ആണ്, മിറർ ഇമേജ് ആണ്. സോ ബേസിക്കലി അതുകൊണ്ട് തന്നെ മീസോ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും ഡെസ്പൈറ്റ് ഹാവിംഗ് സ്റ്റീരിയോജനിക് സെന്റർ. സോ സ്റ്റീരിയോജനിക് സെന്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് കാര്യം. സൂപ്പർ ഇമ്പോസിബിൾ ഓൺ ദി മിറർ ഇമേജ്, എൻ്റെ മിറർ ഇമേജിലാണ് സൂപ്പർ ഇമ്പോസിബിൾ ആവുന്നത് കേട്ടോ. സോ ഈ പിക്ചറും വരക്കാൻ പഠിക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വരച്ച് തന്നെ അവർക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് എല്ലാം അറിയാം, ഫർദർലി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് റെസമൈസേഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് റെസമിക് മിക്സ്ചർ ആണ്. എന്താണ് റെസമൈസേഷൻ? സോ റെസമൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ഇൻ എ റെസമിക് ഫോം. അതായത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആക്കുന്ന പരിപാടിയാണ് റെസമൈസേഷൻ എന്ന് പറയുക. അതായത് ഈക്വൽ എമൗണ്ട് ഓഫ് ഒറിജിനൽ കോമ്പൗണ്ടും അതിന്റെ മിറർ ഇമേജ്, അതായത് ഇനാൻഷ്യോമോറും ഉണ്ടായിരിക്കും. എന്തായിരിക്കും? ഈക്വൽ എമൗണ്ട് ഓഫ് ഒറിജിനൽ കോമ്പൗണ്ടും ഉണ്ടായിരിക്കും, അതിന്റെ കൂടെ മിറർ ഇമേജ് അല്ലെങ്കിൽ ഇനാൻഷ്യോമോറും ഉണ്ടായിരിക്കും. അതാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് റെസമിക് മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതും വരച്ച് പഠിക്കുവാണെങ്കിൽ നല്ലതാണ്. ഇല്ല, തിയറി എഴുതിയാലും കുഴപ്പമില്ല. സോ ദ മെക്കാനിസം ഇൻവോൾവ് ദ ഫോർമേഷൻ ഓഫ് കാർബനയൻ അറ്റ് ദ chiral carbon alpha 2 carbon group allowing the interconversion of 2 enantiomer form. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഇത് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് കാർബനയോണ് അറ്റ് കൈറൽ സെന്ററിൽ എന്ത് ചെയ്യുന്നു? ആൽഫ 2 കാർബൺ ഗ്രൂപ്പ് ആയതിനു ശേഷം ഇന്റർ കൺവേർട്ട് ചെയ്ത് 2 ഇനാൻഷ്യോമേഴ്സ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഒന്നെങ്കിൽ തിയറി പഠിക്കുക, ഇല്ലെങ്കിൽ ഇത് വരക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെയ്യുക. സോ റെസൊല്യൂഷൻ, ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് എ റെസമിക് മിക്സ്ചർ ഇൻടു ഇൻഡിവിജ്വൽ ഇനാൻഷ്യോമർ. സോ എന്താണ് റെസൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെസൊല്യൂഷൻ നന്നാക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടായ അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ്, ഞാൻ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ഈക്വൽ എമൗണ്ട് ആകാം, അല്ലെങ്കിൽ നമുക്ക് 50% എന്നൊക്കെ നമുക്ക് പറയുന്ന പോലെ ഈക്വൽ എമൗണ്ട് ഓഫ് ഒറിജിനൽ പ്രൊഡക്റ്റും ഉണ്ടാവും, മിറർ ഇമേജും ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം, രണ്ടായിട്ട് മാറ്റണം. അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? റെസൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇൻഡിവിജ്വൽ ഇനാൻഷ്യോമറായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ എൻഷമറായിട്ട് മാറ്റിയില്ലേ. സോ ഇതൊരു കൈൻഡ് ഓഫ് റെസല്യൂഷൻ നമുക്ക് പറയാം അല്ലേ. സോ ഇവിടെ നമ്മൾ ഡിഫറൻസ് ഇൻ ക്രിസ്റ്റലൻ ഷേപ്പ് ബിറ്റ്വീൻ ദ ഇനാൻഷ്യമോ വിച്ച് ബയോകെമിക്കൽ മെത്തേഡ് റിലേ ഓൺ സെലക്റ്റീവ് അസിമിലേഷൻ ഓൺ ദ ഇനാൻഷ്യമായി മൈക്രോ ഓർഗാനിസം. സോ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മൈക്രോ ഓർഗാനിസത്തിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റെഫറൻസ് നോട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് കോൺഫിഗറേഷൻ ആണ്. എന്താണ് കോൺഫിഗറേഷൻ? സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം ഇൻ എ മോളിക്യൂൾ ഇൻ എ സ്പേസ് വിച്ച് ക്യാരക്ടറൈസ് എ പെർട്ടിക്കുലർ സ്റ്റീരിയോ ഐസോമർ. അതായത് ലൈക്ക് നമ്മുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഉണ്ടാവില്ല, ഒരു മോളിക്യൂൾ ഉണ്ടാവുന്ന ആറ്റംസ് ഉണ്ടാവുമല്ലോ, അതിന് ഒരു പെർട്ടിക്കുലർ സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ആബ്സലൂട്ട് കോൺഫിഗറേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് റിലേറ്റീവ് കോൺഫിഗറേഷൻ. ഏതൊക്കെയാണ്? ആബ്സലൂട്ട് കോൺഫിഗറേഷൻ ആൻഡ് റിലേറ്റീവ് കോൺഫിഗറേഷൻ ആണ് രണ്ടെണ്ണം നമുക്കുള്ളത്. സോ എന്താണ് ആബ്സലൂട്ട് കോൺഫിഗറേഷൻ? സോ ആബ്സലൂട്ട് കോൺഫിഗറേഷൻ റെഫേഴ്സ് ടു സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം വിത്തിൻ എ കൈറൽ മോളിക്യൂൾ. സോ ഒരു കൈറൽ മോളിക്യൂളിലുള്ള അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ആബ്സലൂട്ട് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ സ്റ്റീരിയോ കെമിക്കൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് റിലേറ്റീവ് കോൺഫിഗറേഷൻ ആണ്. ഇവിടെ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റം ദാറ്റ് ഈസ് ഡിസ്ക്രൈബ് റിലേറ്റഡ് ടു അതർ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് എൻ ആറ്റം ഇൻ എ മോളിക്യൂൾ. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? ആറ്റത്തിന്റെ അറേഞ്ച്മെന്റോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഒരു മോളിക്യൂളിൽ എങ്ങനെയാണ് ഗ്രൂപ്പ് ഓഫ് ആറ്റം ഉള്ളതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് നമ്മൾ റിലേറ്റീവ് കോൺഫിഗറേഷൻ പറയുക. സോ ആബ്സല്യൂട്ട് ആണെങ്കിൽ എങ്ങനെയാ പറയുക? സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം ആണ് നമ്മൾ അവിടെ കൂടുതൽ നമ്മൾ പറയുക. ഇവിടെയാണെങ്കിൽ മോളിക്യൂൾസ് മീൻസ് മോളിക്യൂൾസിനെയോ അല്ലെങ്കിൽ ആറ്റമിന്റെ മോളിക്യൂൾസ് ആണ് കൂടുതൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് DNL കൺവെൻഷൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദ നൊട്ടേഷൻ DNL ഡിസ്ക്രൈബ് ദ റിലേറ്റീവ് കോൺഫിഗറേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ചില ആൾക്കാർ DML-ഉം ഡെക്സ്ട്രോ ആൻഡ് ലീവോ എന്ന് പറഞ്ഞിട്ട് തരംതിരിച്ചെഴുതാറുണ്ട്. ഞാൻ എൻ്റെ എക്സാമിന് തെറ്റിച്ച ഒരു രീതിയാണ് ഇത്. എനിക്ക് തോന്നുന്നു 10 മാർക്കിന് ചോദിച്ചു, ഞാൻ ഡെക്സ്ട്രോയും ലീവും കാര്യമായിട്ട് എഴുതി. എൻ്റെ ലാസ്റ്റ് മൊമെന്റിൽ ഓർക്കണം ദൈവം അതല്ലല്ലോ എന്ന്. സോ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ DNL ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു റിലേറ്റീവ് കോൺഫിഗറേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി പറയുന്നതാണ്. നൊട്ടേഷൻ D and R യൂസ് ടു ഡിസ്ക്രൈബ് ദ കോൺഫിഗറേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് അമിനോ ആസിഡ്. D ആണെങ്കിൽ കാർബോഹൈഡ്രേറ്റും അമിനോ ആസിഡ്സും എങ്ങനെയാണ് എന്ന് പറയുന്നതാണ് D. മറന്നു പോകരുത്, D പറയുന്നത് കാർബോഹൈഡ്രേറ്റും അമിനോ ആസിഡും എങ്ങനെയാണെന്നാണ്. ഗ്ലിസറാൾഡിഹൈഡ് ഹാസ് ബീൻ ചൂസൺ ആസ് attribute standard for DNL notation in sugar chemistry. So sugar chemistryയിൽ നമ്മൾ ഗ്ലിസറാൾഡിഹൈഡ് വെച്ചിട്ടാണ് DNL കൺവെൻഷൻ നമ്മൾ പറയാൻ പോകുന്നത്. ബിക്കോസ് ദിസ് ആസ് എൻ അസിമെട്രിക് കാർബൺ ആൻഡ് ക്യാൻ എക്സിറ്റ് എ പെയർ ഓഫ് ഇനാൻഷ്യമർ. കാര്യം എന്തുകൊണ്ടാണ്? ഈ ഗ്ലിസറാൾഡിഹൈഡിൽ എന്തുണ്ട്? അസിമെട്രിക് കാർബൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ പെയർ ഓഫ് ഇനാൻഷ്യമറിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഒന്നും കൂടെ പറയാം, ഗ്ലിസറാൾഡിഹൈഡ് നമ്മൾ എടുക്കാൻ പോകുന്ന DNL നൊട്ടേഷൻ പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അസിമെട്രിക് കാർബൺ ആയിട്ട് നിന്നിട്ട് രണ്ട് പെയർ ഓഫ് ഇനാൻഷ്യമേഴ്സ് ഫോം ചെയ്യാൻ പറ്റും. ഇൻ ഫിഷേഴ്സ് പ്രൊജക്ഷൻ ദ കാർബൺ ഗ്രൂപ്പ് ഈസ് ഓൾവേസ് പ്ലേസ്ഡ് ഓൺ ടോപ്പ് പൊസിഷൻ ഫോർ മോണോസാക്കറൈഡ്. ഇനി ഫിഷേഴ്സ് പ്രൊജക്ഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കാർബണൽ ഗ്രൂപ്പ് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ടോപ്പ് പൊസിഷനിലാണ് വെക്കുക. എവിടെ? മോണോസാക്കറൈഡ്സിന്റെ കാര്യത്തിൽ. ഫോർ ഇറ്റ് സ്ട്രക്ചർ ഇഫ് ദ OH ഗ്രൂപ്പ് അറ്റാച്ച് ദ ബോട്ടം മോസ്റ്റ് അസിമെട്രിക് സെന്റർ കാർബൺ ദാറ്റ് ഈസ് സെക്കൻഡ് ഫ്രം ദ ബോട്ടം ഈസ് ഓൺ ദ റൈറ്റ്. അതായത് ഇപ്പൊ ബേസിക്കലി പറയുവാണെങ്കിൽ OH ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്യുന്നത്. എവിടെ? ബോട്ടത്തിലാണ്. മോസ്റ്റ് അസിമെട്രിക് സെന്റർ ഈസ് ഓൺ ദ റൈറ്റ്. ഇപ്പോൾ OH ഗ്രൂപ്പാണ് ബോട്ടം ഭാഗത്ത് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ് അസിമെട്രിക് സെന്റർ എങ്ങോട്ടായിരിക്കും? റൈറ്റിലോട്ടായിരിക്കും. ദെൻ ദ കോമ്പൗണ്ട് ഈസ് എ D ഷുഗർ. ഒന്നും കൂടെ പറയാം, ഇവിടെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ ഫിഷേഴ്സ് പ്രൊജക്ഷൻ വെച്ച് പറയുവാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന ബോട്ടം മോസ്റ്റ് അസിമെട്രിക് സെന്ററിലാണ് എന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ആയിരിക്കും, അത് D ആയിരിക്കും. ഇഫ് ദ OH ഗ്രൂപ്പ് ഈസ് ഓൺ ദ ലെഫ്റ്റ് ദെൻ കോമ്പൗണ്ട് ഈസ് L ഷുഗർ. ഓൾമോസ്റ്റ് ഓൾ ദ ഷുഗർ ഫ്രം ദ നാച്ചുറൽസ് ആർ D ഷുഗർ. സോ L ആണെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും? ലെഫ്റ്റ് L ഷുഗർ ആയിരിക്കും. സോ ബേസിക്കലി നാച്ചുറൽ ആൻഡ് D ഷുഗർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരിക്കലും ആദ്യമേ ലീവർ റൊട്ടേറ്റഡ് ഡെക്സ് റൊട്ടേറ്റഡ് മാരിപ്പറക്കെ എഴുതി വെക്കരുത്. ആദ്യം ഇത് തന്നെ എഴുതുക, എന്നിട്ട് വേണം പിന്നെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. സോ RNS കോൺഫിഗറേഷൻ നൊട്ടേഷൻ, ഇനി പറയാൻ പോകുന്ന RNS കോൺഫിഗറേഷൻ നൊട്ടേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആബ്സലൂട്ട് കോൺഫിഗറേഷൻ യൂസ്ഡ് എ സെറ്റ് ഓഫ് റൂൾസ് ടു ഡിസ്ക്രൈബ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ഈച്ച് ബോണ്ട് അറൗണ്ട് എ കൈറൽ കാർബൺ ആറ്റം. ഒരു കൈറൽ കാർബൺ ആറ്റത്തിൽ എങ്ങനെ ആയിരിക്കണം പൊസിഷൻസ് വേണ്ടത്, ബോണ്ടുകൾ എങ്ങനെയാകണം എന്നുള്ളതിന് റൂൾസ് ഉണ്ട് കേട്ടോ. മോസ്റ്റ് കോമൺ ലേബലിംഗ് മെത്തേഡ് നമ്മൾ R or S ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ചാങ് ഇൻഗോൾഡ് പ്രൊലോങ് പ്രയോറിറ്റി റൂൾസ് ഉണ്ട്. R and S refers to rectus and sinister. സോ ഇതൊരു ലാറ്റിൻ ലെഫ്റ്റ്
ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രയോറിറ്റി റൂളാണ്. സോ മിക്കവാറും R&S കോൺഫിഗറേഷൻ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച് നമ്മൾ കാണാറുണ്ട്. സോ ഇവിടെ നിങ്ങൾ പിക്ചർ കണ്ടാൽ മതി. കൺസിഡർ ഫസ്റ്റ് പിക്ചർ, എ കർവ്ഡ് ആരോ ഈസ് ഡ്രോൺ ഫ്രം ദ ഹയസ്റ്റ് പ്രയോറിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ദ ലോവസ്റ്റ് പ്രയോറിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് പിക്ചർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു കർവ്ഡ് ആരോ വെച്ചിട്ടുണ്ട് അല്ലെ, ഒരു കർവ്ഡ് ആരോ നമ്മൾ വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് പ്രയോറിറ്റി കണ്ടോ, ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് പ്രയോറിറ്റി 4 കണ്ടായിരുന്നു. സോ പ്രയോറിറ്റി നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി എങ്ങോട്ടാണ് എന്നനുസരിച്ച് നമ്മൾ റൊട്ടേഷൻ പറയുന്നു. ഇഫ് ദ ആരോ പോയിന്റ്സ് ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ, ഇനി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് കാണിക്കുന്നുണ്ടെങ്കിൽ, സ്റ്റീരിയോ കെമിസ്ട്രിയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റി കൊടുക്കുക. നമ്മൾ അതിനെ ആയിട്ട് കാണിക്കും. സോ ക്ലോക്ക് വൈസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, നമ്മൾ ബേസിക്കലി ആരോ നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി അനുസരിച്ച് ഫസ്റ്റ് പിക്ചർ പോലെ ആണെങ്കിൽ S ആയിട്ട് നമ്മൾ പറയും. ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ, സോറി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ S ആയിട്ട് പറയും. സോ ഇവിടെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയി. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഞാൻ പിക്ചർ കാണിച്ചപ്പോൾ തിരിഞ്ഞു പോയതാണ്. സോ S ആണെങ്കിൽ കൗണ്ടറും, R ആണെങ്കിൽ ക്ലോക്ക് വൈസും ആണ് കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ ആ ക്ലോക്കും ആന്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി കേട്ടോ, അത് മാത്രമേ ഉള്ളൂ. സോ സീക്വൻസ് റൂളാണ്, ഇത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ഈസ് പ്രയോറിറ്റൈസ് ഗ്രൂപ്പ് ബൈ അറ്റോമിക് നമ്പർ. സോ ബേസിക്കലി നമ്മൾ അറ്റോമിക് നമ്പർ വെച്ച് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ എപ്പോഴും സീക്വൻസ് റൂളിൽ. സോ ബേസിക്കലി നമ്മൾ എന്തിനാ റാങ്കിങ് ചെയ്യണം 1 2 3 4 എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറയാൻ പോവാം എങ്ങനെ ചെയ്യുന്നെന്ന്. 2 റിസോൾവ് ടൈസ് ബൈ നെക്സ്റ്റ് സെറ്റ് ഓഫ് ആറ്റം. ചില സമയത്ത് ഒരേപോലെ തന്നെ ആറ്റം ബോണ്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടൈസ് വരുമല്ലോ. സോ ടൈ വരുമ്പോഴും നമ്മൾ എങ്ങനെ പ്രയോറിറ്റി കൊടുക്കും എന്നുള്ളതാണ്. സോ ബേസിക്കലി സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് സെയിം പ്രയോറിറ്റി കൊടുക്കാം. ദ ഗ്രൂപ്പ് വിത്ത് മോർ ഐഡന്റിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഗെറ്റ് ഹയർ പ്രയോറിറ്റി. സോ കൂടുതൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അത്രയും പ്രയോറിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. സോ പ്രയോറിറ്റി വെച്ച് ടൈ വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി വെച്ച് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട് നോക്കുക. അതായത് ഡബിളോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വലന്റ് ഫാൻറ്റം ആറ്റം ബൈ സിംഗിൾ ബോണ്ട് എന്ന് പറയും കേട്ടോ. സോ ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് ആണ്. സോ ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ട്രീറ്റിംഗ് ആസ് ബീങ് ബോണ്ടഡ് ടു ഇക്വലന്റ് ഫാൻറ്റം ആറ്റം ബൈ സിംഗിൾ ബോണ്ട്. സോ നമ്മൾ ഫാൻറ്റം ആറ്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ആൻഡ് ഓറിയന്റ് ദ മോളിക്യൂൾ. സോ പൊസിഷൻസ് ഓഫ് ദി molecules, so the group with lowest priority is direct away from you. So നമുക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി പറയല്ലോ, 4 പറയില്ല, നമുക്ക് നമ്മുടെ ദൂരെ ആയിരിക്കണം എന്ന് വിചാരിക്കണം. കണ്ടോ ഇവിടെ കണ്ടോ 4 കണ്ടോ, നമുക്ക് ദൂരെയല്ലേ. എസിലും ആറിലും 4 ദൂരെയാണ്, നമ്മുടെ ദൂരെയാണ് നിൽക്കുന്നത്, നമ്മൾ അടുത്തല്ല നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 4 എപ്പോഴും നമ്മൾ ദൂരെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ കോൺഫ്യൂഷൻ ഡിറ്റർമൈൻ ചെയ്യുക. സോ ക്ലോക്ക് വൈസ് ആണോ അതോ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണോ നോക്കുക. സോ ക്ലോക്ക് വൈസ് ആണ് എന്നുണ്ടെങ്കിൽ ആറും, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ എസും ആണ്. അങ്ങനെ നമ്മൾ തിരിക്കുക. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ എന്താണ് ഇതെങ്ങനെ റൂൾ വന്നെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞപ്പോൾ തിരിച്ചാ പറഞ്ഞേ, ഞാൻ അത് പിന്നീട് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. സോ നോക്കി വെക്കാം. സോ ഇതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഫുൾ സ്റ്റെപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിക്കൊള്ളാം കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്ന അസിമെട്രിക് സിന്തസിസ് ആണ്. സോ ഡീനോവ സിന്തസിസ് ഓഫ് എ കയൽ സബ്സ്റ്റൻസ് ഫ്രം ആൻ അക്കൽ പ്രിക്കോസർ സച്ച് ദ വൺ ഇനാൻഷ്യമോ പ്രീഡോമിനന്റ് ഓവർ അതർ ഇസ് കാൾഡ് അസിമെട്രിക് സിന്തസിസ്. ഇത് കാണാതെ തന്നെ പഠിച്ചേ പറ്റൂ, ഒരു രക്ഷയില്ല. സോ ഡീനോവ സിന്തസിസിൽ ഒരു കയൽ സബ്സ്റ്റൻസ് ഫ്രം അക്കൽ പ്രിക്കോസർ സച്ച് ദാറ്റ് വൺ ഇനാൻഷ്യമോ പ്രീഡോമിനന്റ്, കണ്ടോ ഒരു ഇനാൻഷ്യമർ പ്രീഡോമിനന്റ്ലി വരും ഓവർ ദി അതർ, മറ്റുള്ളതിൽ നിന്ന് ഒരു ഇനാൻഷ്യമർ പ്രീഡോമിനന്റ്ലി വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയാം, അസിമെട്രിക് സിന്തസിസ് എന്ന് പറയാം. ഫോർ റിയാക്ഷൻ വേയോ മോളിക്യൂൾ ഓൾറെഡി കണ്ടെയ്ൻ എ കയൽ എലമെന്റ് ആൻഡ് സിന്തസിസ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ കയൽ എലമെന്റ്. അതായത് ഒരു റിയാക്ഷൻ സമയത്ത് വേ മോളിക്യൂൾ ഓൾറെഡി കണ്ടെയ്ൻ എ കയൽ എലമെന്റ്, ഒരു മോളിക്യൂളിൽ ഓൾറെഡി ഒരു കയൽ എലമെന്റ് ഉണ്ടെന്ന് വെച്ചോളൂ. ആൻഡ് സിന്തസൈസ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ കയൽ എലമെന്റ്, അത് സിന്തസൈസ് ചെയ്യുമ്പോൾ ഒരു പുതിയ കയൽ എലമെന്റ് ഫോം ചെയ്യുന്നു. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു റിയാക്ഷനിൽ ഒരു മോളിക്യൂളിൽ ഓൾറെഡി ഒരു കയൽ എലമെന്റ് ഉണ്ട്, അത് സിന്തസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ കയൽ എലമെന്റ് ഫോം ചെയ്യുന്നു. സോ അത് റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റീരിയോ സെലക്റ്റീവ് അല്ലെങ്കിൽ ഇനാൻഷ്യോ സെലക്റ്റീവ് എന്നുകൊണ്ട് നമുക്ക് ഈ സിന്തസിസ് നമുക്ക് പറയാം. സോ ബേസിക്കലി ഡീകാർബോക്സിലേഷൻ ഓഫ് ഈഥൈൽ മെഥലമൈനിക് ആസിഡ് ടു ഗീവ് ആൽഫ മീഥൈൽ ബ്യൂട്ടാറിക് ആസിഡ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് റെക്കോർഡ് അസിമെട്രിക് സിന്തസിസ്. നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ അസിമെട്രിക് സിന്തസിന് എക്സാമ്പിൾ ആണ് എന്ത്, മീഥൈൽ മെലോണിക് ആസിഡ് ടു ഗീവ് ആൽഫ മീഥൈൽ ബ്യൂട്ടാറിക് ആസിഡ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് അസിമെട്രിക് സിന്തസിസ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക, കാണാൻ തന്നെ പഠിക്കുക കേട്ടോ. ഇത്രയും കാണാൻ അങ്ങ് പഠിച്ചു വെച്ചേക്കുക കേട്ടോ.
കൈറൽ റിയേജന്റ് ആർ യൂസ് ടു കൈറൽ റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷന് നമ്മൾ കൈറൽ റിയേജന്റ് ആണ് ഉപയോഗിക്കുക. ഇഫ് ദേ ആർ നോട്ട് അവൈലബിൾ, നമുക്ക് കൈറൽ റിയേജന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈറാലിറ്റി അക്വയർ ചെയ്യാം. ബേസിക്കലി ചീലേഷനോ സോൾവേഷനോ വെച്ച് നമുക്ക് അക്വയർ ചെയ്തെടുക്കാം. സോ റിയാക്ടൻ ആർ അബ്സോർബ് ഓൺ ടു കൈറൽ സർഫസ് ഓർ വിത്തിൻ കൈറൽ ക്രിസ്റ്റൽ. സോ ബേസിക്കലി എന്ത് ചെയ്യുന്നു, റിയാക്ടൻസ് എന്ത് ചെയ്യുന്നു, അതിനെ കൈറൽ സർഫസിലേക്ക് അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ കൈറൽ ക്രിസ്റ്റലിലേക്ക് അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും പഠിക്കുക. അസിമെട്രിക് സിന്തസിസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. സോ കൈറൽ അഡ്ജുവൻ ഓർ കൈലർ ഓക്സിലേറ്ററി ഈസ് ടെമ്പററി അറ്റാച്ച് ടു അക്കറൽ സബ്സ്ട്രാക്ട് വിച്ച് ഈസ് ക്ലീവേജ് ആഫ്റ്റർ ദ സിന്തസിസ് ബൈ ഹൈഡ്രോളിസ് ടു റീസൈക്കിൾ ദ അഡ്ജുവൻ. സോ ബേസിക്കലി ഈ കൈറൽ അഡ്ജുവൻ അല്ലെങ്കിൽ കൈറൽ ഓക്സിലറി എന്ന് പറയുന്നത് ടെമ്പററി അറ്റാച്ച്മെന്റ് ആണ്. എവിടെ? അക്കറൽ സബ്സ്ട്രേറ്റിൽ, അവിടെ വിച്ച് ഈസ് ക്ലീവേഡ് ആഫ്റ്റർ ദ സിന്തസിസ് ബൈ ഹൈഡ്രോളിസിസ്. സോ ബേസിക്കലി ഹൈഡ്രോളിസിസ് വഴിയുള്ള സിന്തസിസ് നടക്കുവാണെങ്കിലാണ് ടു റീസൈക്കിൾ ദ അഡ്ജുവൻ. സോ അത് വീണ്ടും റീസൈക്കിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് ചെയ്യുക. വെൻ എ ന്യൂ സ്റ്റീരിയോജനിക് സെന്റർ ഇസ് ക്രിയേറ്റഡ്, ഇനി പുതിയൊരു സ്റ്റീരിയോജനിക് സെന്റർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഒരു അക്കറൽ മോളിക്യൂളിൽ പുതിയൊരു സ്റ്റീരിയോജനിക് സെന്റർ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ വി ഗെറ്റ് എ റെസിമിക് മിക്സ്ചർ. നമുക്ക് എന്ത് കിട്ടും? ഒരു റെസിമിക് മിക്സ്ചർ കിട്ടും. വൈൽ ഇൻ ഡൈസ്റ്റീരിയോ സെലക്ടീവ് സിന്തസിസ്, ഒരു ഡൈസ്റ്റീരിയോ സെലക്ടീവ് സിന്തസിസിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റെസിമിക് മിക്സ്ചർ കിട്ടും എന്നുള്ളതാണ്. സോ ഇത് ഒരു ന്യൂ സ്റ്റീരിയോജനിക് സെന്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ. സോ ബേസിക്കലി ദ ഫോർമേഷൻ ഓഫ് എനി വൺ ഓഫ് ദ ഡിസൈർ ഡയസ്റ്റോമർ ഈസ് പ്രിഫേർഡ് ഓവർ ദ അതർ. നമുക്ക് ഏതാണോ വേണ്ടത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും ഈ ഒരു റിയാക്ഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, കൈറാൽ ഓക്സിലറി അല്ലെങ്കിൽ കൈറൽ അഡ്ജുവന്റ് ടെമ്പറലി അറ്റാച്ച്ഡ് ആണ് ടു ദ അക്കറൽ സബ്സ്ട്രേറ്റ്. എന്ത് വേണ്ടിയിട്ടാണ്? ക്ലീവേജ് ആഫ്റ്റർ സിന്തസിസ് ബൈ ഹൈഡ്രോളിസിസ് ആണ്. പിന്നെ വീണ്ടും റീസൈക്കിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പുതിയ സ്റ്റീരിയോജനിക് സെന്റർ ക്രിയേറ്റ് ആവുകയും അക്കറൽ മോളിക്യൂൾ വീണ്ടും റെസിമിക് മിക്സ്ചർ ഫോം ചെയ്യുകയും ചെയ്യുന്നു. വൈൽ ഡൈസ്റ്റീരിയോ സെലക്ടീവ് സിന്തസിസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഫോർമേഷൻ ഓഫ് എനി ഓഫ് ഡിസൈർ ഡയസ്റ്റോമർ ഇസ് പ്രിഫേർഡ് ഓവർ ദ അതർ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രിഫർ ചെയ്യാം ഡയസ്റ്റോമേഴ്സും. എങ്ങനെ നമുക്ക് ഡിസൈർ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് പ്രിഫർ ചെയ്തുകൊണ്ട് നമുക്ക് റിയാക്ഷൻസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. സോ ടിപ്പിക്കൽ അസിമെട്രിക് സിന്തസിസ് ആണ്. സോ ജസ്റ്റ് നിങ്ങൾ വായിച്ചു വെച്ചാൽ മതി, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെ എക്സാമിൽ ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അസിമെട്രിക് ഹൈഡ്രോജനേഷൻ, അസിമെട്രിക് എപ്പോക്സിയേഷൻ, അസിമെട്രിക് ഡൈഹൈഡ്രോക്സിലേഷൻ ആണ്. സോ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദ പാർഷ്യൽ ടേം വാസ് യൂസ്ഡ് വെൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് പ്രിപ്പയർ ഫ്രം അക്കറൽ കോമ്പൗണ്ട് ബൈ ഇന്റർമീഡിയറ്റ് യൂസിംഗ് ഓഫ് ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് as reagent without the necessary of resolution, contrary to absolute symmetric synthesis where physical reagent like circularly polarized light was used. വല്ല മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. അപ്പോൾ നമുക്കൊന്നും കൂടെ പോകാം അല്ലേ. അതായത് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി അസിമെട്രിക് ഹൈഡ്രോജനേഷൻ, അസിമെട്രിക് എപ്പോക്സിയേഷൻ, അസിമെട്രിക് ഡൈഹൈഡ്രോക്സിലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ, ഈ പാർഷ്യൽ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് നമ്മൾ അക്കറൽ കോമ്പൗണ്ട് വഴിയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ബൈ ഇന്റർമീഡിയറ്റ് യൂസ് ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആസ് എ റിയേജന്റ്. ഇവിടെ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആണ് റിയേജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് റിയേജന്റ് യൂസ് ചെയ്യുകയാണ്. സോ വേറെ എന്ത് ചെയ്യുന്നു? ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അക്കറൽ കോമ്പൗണ്ടിൽ നിന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചോളൂ. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ country of the absolute asymmetric synthesis where physical reagent like circularly polarized light was used. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ പോളറൈസ് ലൈറ്റ് ആണ് ഉപയോഗിക്കേണ്ടാവുക. ആൻഡ് അവിടെ അബ്സല്യൂട്ട് അസിമെട്രിക് സിന്തസിസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് അസിമെട്രിക് ഹൈഡ്രോജനേഷൻ എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. സോ അസിമെട്രിക് ഹൈഡ്രോജനേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അസിമെട്രിക് സിന്തസിസ് ഫോർ അനാൽജസിക് ഡ്രഗ് നാപ്രോക്സിൻ. സോ നാപ്രോക്സിൻ പോലെ ഡ്രഗുകൾ, അനാൽജസിക് ആയിട്ടുള്ള ഡ്രഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ അസിമെട്രിക് ഹൈഡ്രോജനേഷൻ ഉപയോഗിക്കുന്നു. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു അക്കറൽ കോമ്പൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് വെച്ച് നമ്മൾ ഫ്രം അക്കറൽ കോമ്പൗണ്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുള്ളത്. ഫ്രം ആണ് കേട്ടോ. സോ ഫ്രം അക്കറൽ കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ ലൈക്ക് വി ആർ യൂസ് ടു വെൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് പ്രിപ്പയർഡ് ഫ്രം അക്കറൽ കോമ്പൗണ്ട് നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ റീജന്റ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക. സോ ബേസിക്കലി പോളറൈസ് ലൈറ്റോടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എക്സാമ്പിൾ നാപ്രോക്സിൻ ആണ്. സോ ബേസിക്കലി
റിയാക്ഷൻ്റെ എല്ലാം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, നോക്കി വെക്കുക കേട്ടോ. ജസ്റ്റ് റിയാക്ഷൻ നോക്കി വെക്കുക. സോ നെക്സ്റ്റ് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആണ് ഡയസ്റ്റോമേഴ്സും ഇനാൻഷ്യോമറും, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാതെ പോകരുത്. മിക്കവാറും ചോദിക്കും, 5 മാർക്കിന് ചോദിച്ചാലും ഇത് ആദ്യം വരച്ചാൽ നിങ്ങൾക്ക് മാർക്കോടെ കിട്ടും കേട്ടോ, കിട്ടാമെന്നിരിക്കത്തില്ല. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ക്ലാസ് കാണുക. സോ റെസൊല്യൂഷൻ ആണ് നമുക്ക് കുറച്ച് നോക്കാനുള്ളത്. റെസൊല്യൂഷൻ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു സെപ്പറേറ്റ് ക്ലാസ്സും കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്തേക്കാം. അതും കൂടെ ആകുമ്പം ഈ ഒരു യൂണിറ്റ് ഫുള്ള് കംപ്ലീറ്റ് ആവും. ബാക്കി റെഫറൻസ് നോട്ട് വായിക്കുക, അല്ലാതെ ഒരു വഴിയില്ല. സോ ക്ലാസ്സിന് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് ആണ്. താങ്ക് യു.